ഇന്ന് നമ്മളൊരു അവൽ മിക്സറാണ് റെഡിയാക്കുന്നത്. കുറച്ചൊരു മധുരം ഒരു ഇത്തിരി എരിവ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അവൽ മിക്സറാണ് ഇത്. ശരിക്കും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അവൽ മിക്സർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ അവൽ മിക്സർ റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് വെള്ള അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബ്രൗൺ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെള്ള ആവുന്ന സമയത്ത് കുറച്ചുകൂടെ കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കും. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ഒരു കപ്പ് അളവ്. ആദ്യം ഈ അവലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അവലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരു കപ്പ് ഒന്നിച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റില്ല. ഓരോ കൈപ്പിടി അവലെടുത്തിട്ട് കുറച്ച് ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടും ഉണ്ടാവണം. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് അവലൊന്ന് ഇടുക. ഒരു 2-3 സെക്കൻഡോടെ തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ അടുത്ത് ആദ്യം തന്നെ സ്ട്രെയിനർ എടുത്ത് വെക്കുക. കാരണം കുറേ സമയം ഓയിലിൽ അവൽ അങ്ങനെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഒരു കുറച്ച് അവലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കിട്ട് ഒരു 1-2 സെക്കൻഡ് തന്നെ മതി. ഇതുപോലെ നന്നായിട്ട് അങ്ങ് വിരിഞ്ഞ് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഓയിൽ ഒരുപാട് ചൂട് കുറഞ്ഞിരിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നം വരും. അങ്ങനെ ഇതുപോലെ തന്നെ കുറച്ച് ഇട്ടിട്ട് വേണം നമുക്ക് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. എടുക്കുമ്പോൾ ഒരു സ്ട്രെയിനറിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോട്ട് എടുക്കുക. കാരണം അതിലുള്ള ഓയിലൊക്കെ അങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് അവൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ കുറച്ച് ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അവല് മൊത്തത്തിൽ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഓയിലിലേക്ക് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുക. സാധാരണ നമ്മൾ മിച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ എരിവുള്ള മിച്ചറൊക്കെ ചെയ്യുമ്പോൾ ചെയ്യലുണ്ടല്ലോ, അതുപോലെ തന്നെ ഒന്നങ്ങിട്ട് വറുത്തെടുക്കുക. ഓയിലിടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആകുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക. ഒരു ഇത്തിരി കറിവേപ്പില കൂടെ വറുത്തൊന്ന് മാറ്റി വെക്കണം. ശരിക്കും ഈ ഒരു ഓയിലിൻ്റെ കളർ ഇത്തിരി മാറിയിട്ടുള്ളത് നമ്മൾ അവല് വറുത്തത് കൊണ്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത്. ഒരു 2 വറ്റൽമുളക് ഒന്നങ്ങ് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇത്തിരി ബൂന്തി ഉണ്ടാക്കാനുണ്ട്. കടലമാവ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ഒറ്റൊരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും കറക്റ്റ് പൊങ്ങി വരും. പക്ഷെ അത് ചേർക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി കൂടി ഒരു ക്രിസ്പിയിൽ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഒക്കെ വേണ്ടി വരും. നോക്കിയിട്ട് മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് കിട്ടണം. ബൂന്തിക്ക് വേണ്ടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ മതിയാവും. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ബൂന്തി ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ നന്നായി ചൂടായിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു അരിപ്പക്കയിലുണ്ടല്ലോ ഓട്ടയുള്ള, അതുവഴി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടിക്കോളും. ഒരു 10-30 സെക്കൻഡ് തന്നെ മതിയാവും. പെട്ടെന്ന് തന്നെ കോര, അല്ലെങ്കിൽ ഒരുപാട് കളർ മാറിപ്പോവും. പിന്നെ ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടാണ് കേട്ടോ അടുത്ത സെക്ഷൻ ഉണ്ടാക്കുന്നത്. ചെറിയൊരു കളർ വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓയിലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഇങ്ങനെ പൊങ്ങിയാൽ വീർത്ത് വരുന്ന കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടില്ല. മിക്സർ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നല്ലൊരു പച്ച കളറുള്ള ബൂന്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു നിർബന്ധവും ഇല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കടലമാവ് ആദ്യം മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലെ ഒരു തുള്ളി കളർ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പച്ച ബൂന്തിയാണിത്. ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ശരിക്കും ആ ഒരു കപ്പ് അവല് വെച്ചിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഇത്രയും അധികം ഉണ്ടാവും കേട്ടോ. ഇത് വറവായി വരുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അവലിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തുള്ള അവല് എന്ന് പറയുന്നത് ഇതുപോലെ ചെറുതായിട്ട് കിട്ടുന്ന അവലുണ്ടല്ലോ, അതാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ ടൈപ്പ് അവല് മാർക്കറ്റിൽ കിട്ടില്ല, ഇതുപോലത്തെ അധികം കനമില്ലാത്ത ടൈപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വെച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിത്. ഇത് ശരിക്കും കാണുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു വെള്ളം മധുരമുള്ള മിച്ചർ കഴിക്കുന്നുണ്ടല്ലോ, അതിലുള്ള ആ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. പക്ഷെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നമ്മൾ മിക്സ് ആക്കി വരുമ്പോഴേക്കും മൊത്തത്തിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് കട്ടിയില്ലല്ലോ, നല്ല തിന്നായിട്ടുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അവലാണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ശരിക്കും. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള അവല് ആദ്യം മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് മാറ്റാം. കുറച്ചൊരു വലിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് ആ ഒരു കനം കുറഞ്ഞ അവല് വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടുകടല, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരിത്തിരി കപ്പലണ്ടി, കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വറുത്തിട്ടുള്ള കടല തന്നെയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ സാധാരണ പച്ചക്കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ പൊട്ടുകടലൊക്കെ വറുത്ത പോലെ വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. വറുത്ത് വെച്ചിട്ടുള്ള ബൂന്തി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ബൂന്തി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വറുത്തെടുക്കാം. കടലമാവിൻ്റെ അളവ് കൂടുതലെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം. ശരിക്കും നമ്മളിതൊരു ഇത്തിരി എരിവ് കുറച്ച് മധുരമൊക്കെ കൂടി വരുന്നൊരു മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് കൂടുതൽ വേണ്ട. ഒരു ഇത്തിരി പഞ്ചസാര മുൻപിൽ നിൽക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, അത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും എത്രത്തോളം മധുരം വേണമെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അവലിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കിട്ടിക്കോളും. എന്നിട്ട് ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഒരു ഇത്തിരി എരിവും നല്ല മധുരവും കൂടി വരുന്ന സമയത്ത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് എരിവ്, ശരിക്കും അത്ര എരിവൊന്നുമില്ല കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് കൂടുതലൊന്നുമില്ല. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറുത്തിട്ടോ അല്ലെങ്കിൽ വറുക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ മധുരമുള്ള മിച്ചറൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടാവലുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നാട്ടിൽ ബേക്കറികളിൽ നിന്നൊക്കെ നമുക്കൊരു വെള്ള മധുരമുള്ള മിക്സർ കിട്ടുന്നുണ്ടല്ലോ. ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം അതേ ഒരു ടേസ്റ്റ് തന്നെ ഇതിനും കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു മിക്സറിൽ എരിവില്ല, അതുപോലെ തന്നെ ഉണക്കമുളക് കാര്യങ്ങളൊന്നുമില്ല. പഞ്ചസാരപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്കിത് കഴിക്കുന്ന സമയത്ത് തോന്നുന്നത്. പിന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ള മിക്സറിൽ അവിലാണോ വറുത്തിടുന്നത് എന്നുള്ള സംശയമുണ്ട്. അവലല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേ അന്വേഷിച്ചിരുന്നു, പക്ഷേ കറക്റ്റ് ആ റെസിപ്പി കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ബേക്കറിയിലൊക്കെ ഉള്ള മിക്സ്ചറിൽ, വെള്ള മിക്സ്ചറിൽ എന്താണ് ചേരുവ എന്നുള്ളത് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ചുവന്ന കളറുള്ള ബൂന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചൊരു റെഡ് കളർ മിക്സ് ചെയ്തിട്ട്. അപ്പം ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ വെക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ശരിക്കും നമ്മൾ സാധാരണ അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ ഇതിന്. ശരിക്കും ഒരു ഇത്തിരി ഓയിൽ കൂടുതലുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്